നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു മൂവി അതിനെപ്പറ്റി കൂടുതൽ അനോമിയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടാണ് ഭാവന ചേച്ചി എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം എന്താണ് അനോമി? സോ അനോമി ആണ് ഇപ്പൊ ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഫിലിം. ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. മിസ്റ്ററി ഉണ്ട്, ഒരുപാട് ത്രില്ല് ചെയ്യിക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ സൈഫൈ എലമെന്റ് ഉണ്ട്. ഞാൻ പിന്നെ അതുപോലെ റഹ്മാൻ സർ, പിന്നെ വിഷ്ണു അഗസ്ത്യ, ഷെബിൻ ബെൻസൺ, ബിനു പപ്പു, അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു ഫിലിമാണ്. റിയാസ് മാരാത്ത് എന്നൊരു പുതിയ ഡയറക്ടറാണ്. ആൾക്കാർക്ക് എല്ലാവർക്കും വളരെ അൺപ്രഡിക്റ്റബിൾ ആയ സർപ്രൈസിങ് ആയിട്ടുള്ള കുറേ എലമെന്റ്സ് ഉണ്ടാവുന്ന ഒരു ഫിലിമാണ് അനോമി. അത് ഇഷ്ടപ്പെടുന്ന ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എല്ലാ എലമെന്റ്സും അനോമിയിൽ ഉണ്ടാവും. എങ്ങനെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ബേസിക്കലി നമ്മൾ ആ സ്റ്റോറി കേട്ട് ഇഷ്ടം തോന്നിയാൽ പിന്നെ ഒരു ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ് വായിക്കുകയാണ്. ഇവര് റിയാസ് മാരാത്ത് വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ കഥ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പോൾ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ റിയാസ് മാരാത്ത് എനിക്ക് തോന്നുന്നു വളരെ ടാലന്റഡ് ആയിട്ടുള്ള, വളരെ സെൻസിബിൾ ആയിട്ടുള്ള, സിനിമയെ പറ്റി നോളജ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് വളരെ എളുപ്പം പറ്റി. അപ്പോൾ ആ ഒരു കൺവിൻസിങ് അല്ലെങ്കിൽ ഒരു കൺവിക്ഷൻ ഓഡിയൻസിനും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുൽഷൻ കുമാർ ടി സീരീസ്, അതുപോലെ പനോരമ, അതുപോലെ കോൺഫിഡന്റ് ഗ്രൂപ്പ്, എല്ലാവരും കൂടി ചേർന്നാണ്. ഇൻക്ലൂഡിങ് ഞാൻ അതിലൊരു പ്രൊഡക്ഷന്റെ ഭാഗമാണ്. ഓ, അതെ അതെ. സോ അങ്ങനെ ഒരു നല്ല പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആക്ഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. റഹ്മാനൊക്കെയുടെ കൂടെ ആക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് കോൺഫിഡന്റ്ലി പറയാൻ പറ്റുന്ന ഒരു കാര്യം ഒരു സൈക്കോപാത്തിന്റെ ഒരു സൈക്കോപാത്ത് ത്രില്ലിംഗ് അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തു വന്ന ഒരു ക്യാരക്ടർ പോലെയല്ല. അതിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ഞാൻ പ്ലേ ചെയ്യുന്നത്, സാറാ ഫിലിപ്പ്. അതെ. ഓക്കെ. ഭാവന ആദ്യമായിട്ടാണ് പ്രൊഡക്ഷൻ ടീമിലും ഒരു ഭാഗമാവുന്നത്? അതെ 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 ആദ്യമായിട്ടാണ്. എന്നുവെച്ചാൽ ഓഫ്കോഴ്സ് നവീൻ എന്റെ ഹസ്ബൻഡ് കുറെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ചെറിയ ഭാഗമായിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഈ ചിത്രത്തിൽ പാട്ടുണ്ടോ? നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പിന്നെ ഹർഷവർദ്ധൻ ആണ്. ആനിമൽ അർജുൻ റെഡ്ഡിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ്. നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു പാട്ട് അവിടെ അങ്ങനത്തെ ഒരു രീതിയല്ല. പക്ഷെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് ഈ പടത്തില്. അപ്പൊ അത് മാത്രമല്ല, ഭാവന ചേച്ചിയുടെ കൂടെ ഞാൻ പറഞ്ഞില്ലേ 2 പേരുണ്ടെന്ന്, ഇന്ന് ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഷെബിൻ ചേട്ടനാണ്. ഷെബിൻ ചേട്ടൻ എനിക്കൊന്ന് ഭാവന ചേച്ചിയുടെ ബ്രദർ ആയിട്ടാണോ? അതെ അതെ, എന്റെ അനിയനായിട്ടാണ് ഷെബിൻ ചെയ്യും. അപ്പൊ ചേട്ടാ, അനോമി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അനോമിന്റെ അതാണ് വിശേഷം. ഭാവനയുടെ സഹോദരനായിട്ടാണ്. അതെ, ഭാവന ചേച്ചിന്റെ ബ്രദർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബ്രദർ ആണോ? അതെ, ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് സിയാൻ ഫിലിപ്പ് എന്നാണ്. ഒരു ശരിക്കുള്ള ഞാനല്ല അതിനകത്ത്. ഭയങ്കര പാവാണ്. ശരിക്കും ഞാൻ പാവമേ അല്ല. ഓ, അങ്ങനെ പാവമായിട്ട് അഭിനയിക്കുകയാണ്. ഭയങ്കര ഒരു നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഇമോഷണൽ ഡെപ്ത് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അനോമി എന്ന് പറയുന്നത് ഇത് ആരുടെ പേരല്ല, പിന്നെന്താണ്? എന്റെ അടുത്ത് കഥ എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് റിയാക്ഷൻ ഇതായിരുന്നു, എന്നായിരുന്നു. കാരണം അനോമി എന്ന് പറയുന്നത് ഒരു ലാക്ക് ഓഫ് സോഷ്യൽ ഓർഡർ കൊണ്ടുവരുന്ന ഒരു നോംലെസ്നെസ് എന്നുള്ളൊരു അവസ്ഥയാണ്. ശരിക്കും സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന അവസ്ഥയ്ക്കാണ് അനോമി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു മാനദണ്ഡങ്ങളില്ലായ്മ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഏലിയനേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു കാര്യം ആണ് ഡയറക്ടറിന്റെ മനസ്സിലുള്ള ഒരു അനോമി.